നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപിനെ ട്രംപുരാൻ എന്നാണ് ഇപ്പം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പലരും വിളിക്കുന്നത്. കാരണം ട്രംപ് അതിശക്തിയായ രീതിയിൽ തിരിച്ചിങ്ങോട്ട് വന്നിരിക്കുന്നു എന്നാണ് മീഡിയ മാധ്യമം എഴുതിയ ട്രംപത്തരം എന്നാണ്. മണ്ടത്തരത്തിന്റെ ട്രംപത്തരം. മീഡിയ ഒരു മാധ്യമത്തിന് എപ്പോഴും അവിടെ എപ്പോഴും ഹമാസ് തോറ്റിട്ടില്ല. അയ്യോ ഞാന് ഇത് പറഞ്ഞപ്പോഴും ഓർക്കണേ, ഈ ദാവൂദിന്റെ ഒരു 3-4 ദിവസം മുമ്പത്തെ ഒരു ചർച്ച, ആദ്യം മറ്റേ അന്തിച്ചർച്ചയല്ല, അല്ലാതെ അവരുടെ ചർച്ച, ഇസ്രായേൽ രാഷ്ട്രം നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ്, ഇനി അവർക്ക് അധികം ആയുസില്ല, തീർന്നു. ഞാനിങ്ങനെ വാ വിളിച്ചു പോയി. ഞാൻ നോക്കിയപ്പം 1-2 ലക്ഷം പേരെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇന്നാ കാണുന്നത് 3000 കമന്റ്. അപ്പൊ ഞാൻ നോക്കി മൊത്തം തന്നെ വിളിയാണ്. ഈ ലോകത്തല്ലേ അവർ ജീവിക്കുന്നത്. തീർന്നു, ഇസ്രായേല് കംപ്ലീറ്റ്ലി തീർന്നു, പൂർണ്ണമായും പരാജയപ്പെട്ട് ഹമാസിന്റെ കാലിൽ വീണിരിക്കുന്നു. ഇനി ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഇതുപോലെ, അതായത് ഇസ്രായേലിന്റെ നിലനിൽപ്പ്, ഇസ്രായേൽ ജനങ്ങൾ കൂട്ടത്തോടുകൂടി ഇസ്രായേൽ വിടുവാണ്. ഈ നാട്ടിലെ നാടിന്റെ സകല സ്വാതന്ത്ര്യങ്ങളും സുഖങ്ങളും അനുഭവിച്ചിട്ട് ഇത്രയും ദുഷ്ടബുദ്ധിയോടെ സംസാരിക്കുന്നവർ, ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. നമ്മുടെ ചാനലുകളിൽ ഏറ്റവും അധികം വിഷം പടർത്തുന്നത് മീഡിയ വണ്ണാണ്. ഉറപ്പാണല്ലോ. നമ്മുടെ ഈ ചാനൽ അവതാരകരും, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുന്നത്, ഉമ്മാരുടെ പേരെന്നാ പറയുന്നത്, അവതാരകരല്ലോ, വേറെ ചർച്ചയിൽ പങ്കെടുക്കുന്നവന്മാരുണ്ടല്ലോ, അവരിൽ ഏറ്റവും അധികം വിഷം തുപ്പുന്നത് ഈ ദാവൂദാണ്. ഇത് തിരിച്ചറിയാത്ത സമൂഹമാണ് ഇവിടെ വലിയ പുരോഗമനം, നവോത്ഥാനം പറയുന്നത്. നമ്മുടെ വാർത്തകൾ ഇസ്രായേലെ ബന്ധപ്പെട്ട് കൊടുക്കുമ്പോൾ താഴെ കമന്റുകൾ, നിനക്കൊക്കെ ഈ വാർത്ത എവിടെ നിന്ന് കിട്ടുന്നു എന്നാണ്, ഇത് വേറെ ആരും കൊടുത്ത് ഞങ്ങൾ കണ്ടില്ലല്ലോ എന്നാണ് അവസ്ഥ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നാദാപുരത്തുള്ള ഒരു നൗഷാദ് എന്ന് പറഞ്ഞ ഒരാളായിട്ട് കുറേ നേരം വാട്സാപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു. അത് എന്നോട് പറഞ്ഞ മുസ്ലിം വിരുദ്ധൻ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും മതി മുസ്ലിം വിരുദ്ധത പറഞ്ഞാൽ തുടങ്ങിയത്. അദ്ദേഹത്തെ കൊണ്ട് ഞാൻ തിരുത്തിച്ചു, എനിക്ക് മുസ്ലിം വിരുദ്ധതയിൽ അദ്ദേഹം സമ്മതിച്ചു, ഞാൻ തെളിവ് തരാൻ പറഞ്ഞാൽ പറ്റുന്നില്ല. പക്ഷേ ഇസ്രായേലിലെത്തി. ഞാൻ പറഞ്ഞു, അത് എൻ്റെതും നിങ്ങളുടെയും തമ്മിലുള്ള വിഷയത്തിൻ്റെ നിലപാടാണ്. ഞാൻ ഈ വിഷയത്തിൽ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, അതായത് ഈ പാവപ്പെട്ട ഫലസ്തീൻ ജനതയെ ബലിയാടാക്കിയിട്ടിരിക്കുകയാണ് എക്കാലത്തും ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇരകളാണ്. ആണല്ലോ, കഷ്ടപ്പെട്ട മനുഷ്യർ. ശരി, ട്രംപത്തറ എന്നുള്ള വാക്ക് അവർ സംഭാവന ചെയ്തിരിക്കുന്നു, നമ്മൾ ട്രംപുരാണെന്ന് വിളിക്കുന്നു. ആയിക്കോട്ടെ. എന്നിട്ട് ഈ ട്രംപ് ഈ ഒരു 2ാം ദിവസമാണ് അദ്ദേഹം, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച പൂർത്തിയായിട്ടില്ല അമേരിക്കയിൽ. നമുക്കിപ്പോൾ ബുധനാഴ്ച എന്ന് പറയുമ്പോൾ അമേരിക്ക ചൊവ്വാഴ്ച രാത്രിയാണ്. ഇപ്പം 2 ദിവസം കൊണ്ട് ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോളിളക്കമുണ്ട്. ഇത് നേരത്തെ ട്രംപ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം വെച്ച വിഷൻ്റെ ഒക്കെ അപ്പുറത്തേക്കുള്ള ഒരു കോളിളക്കമുണ്ട്. നമുക്കത് അതിന് നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. രാജ്മോഹൻ അതിനെ ചില പുതിയ പരിഷ്കാരങ്ങൾ ബന്ധപ്പെട്ട് പറയാം. അത് പ്രധാനമായും നമ്മൾ അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയുണ്ട്. നമ്മൾ എന്താണ് ഓക്കിസത്തിനുള്ള ഒരു തിരിച്ചടി, ഇവരുടെ ഒരു പരിശീലന പദ്ധതി ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ പലരും ട്രംപിനെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിക്കുന്നതാണ് ഈ ട്രാൻസ്ജെൻഡർക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഈ ഓക്കിസ്റ്റുകളുടെ അവരുടെ ഒരു പരിശീലന പരിപാടിയുടെ പേരായിരുന്നു DEI, ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്നാണ്. ഇത് അമേരിക്കയിൽ നടക്കുന്ന ഈ അനീതികൾക്ക് അല്ലെങ്കിൽ മറ്റേ ഈ വംശീയ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടി അവിടുത്തെ സർക്കാർ നടപ്പിലാക്കിയ ഒരു പരിശീലന പദ്ധതിയാണ്. പക്ഷേ ഫലത്തിൽ ഇത് മനുഷ്യർക്കിടയിൽ വിവേചനം ഉണ്ടായി. നമ്മുടെ നാട്ടിൽ ചില ആക്ടിവിസ്റ്റുകളെ പോലെ ചില ആളുകളിൽ ഉൾപ്പെടുകയും ഇവരെല്ലാം കൂടെ കയറി അങ്ങ് മേഞ്ഞ് ഇതിനെ വളരെ നേരെ തിരിച്ച് ഇതിൻ്റെ കൗണ്ടർ എഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് പക്ഷേ ആ പരിശീലന പദ്ധതി റദ്ദാക്കിയിട്ടുണ്ട്. മെനിനാന്ന് പ്രഖ്യാപിച്ചതിൽ ഒന്ന് ഈ പദ്ധതി റദ്ദാക്കിയതാണ്. ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ആളുകളും ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് ഭാവിച്ചുകൊണ്ട് പല വൃത്തികളും കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമേരിക്കയിൽ. ഈ പദ്ധതി പരിശീലനം ലഭിച്ച പലരും ഇത് ഒരു വലിയ കാരണമായി ട്രംപ് കാണിക്കുകയും അതിൻ്റെ കൂടി ഫലമായിട്ടാണ് അദ്ദേഹം തൽക്കാലത്തേക്ക് ഇവരെ ഇനി അംഗീകരിക്കേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്ക് ഈ വിഷയത്തിൽ വളരെ വ്യത്യസ്തവും എന്താണ് പറയുന്ന ഒരു അഭിപ്രായം, പല കാര്യങ്ങളും. ഇപ്പം ട്രാൻസ്ജെൻഡർ വിഷയത്തിൽ ഞാൻ ട്രംപിനോട് യോജിക്കുന്നില്ല. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഇപ്പം ട്രംപ് പറഞ്ഞത് ആണും പെണ്ണും മതി, മറ്റൊന്നും വേണ്ട എന്നല്ല. പക്ഷേ അത് ട്രംപല്ല തീരുമാനിക്കേണ്ടത്, അത് പ്രകൃതിയുടെ തീരുമാനമാണ്. ആണും പെണ്ണും അല്ലാതെയും മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യം. അതായത് ഇപ്പം അത്ലറ്റിക് മത്സരങ്ങളിൽ, ഒളിമ്പിക്സിലും മറ്റും ഈയിടയ്ക്ക് കഴിഞ്ഞ ഒളിമ്പിക്സ് ട്രാൻസ്ജെൻഡേഴ്സിനെ കൊണ്ടുപോയി സ്ത്രീകളോട് മത്സരിപ്പിക്കേണ്ട കാര്യമില്ല. അത് കാരണം വെച്ചാൽ അത് സ്ത്രീയുടെ കരുത്തല്ല, ഒരു വനിതാ ട്രാൻസ്ജെൻഡറുടേത്.
പക്ഷേ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ലെസ്ബിയൻ ഗേ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം, LGBT എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് അംഗീകരിക്കുക തന്നെ ചെയ്യണം. അത്തരത്തിൽ ട്രംപ് എടുത്തു ചാടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. ഒന്നിപ്പം ട്രംപിൻ്റെ ചില പഴഞ്ചൻ സങ്കല്പങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് പരിസ്ഥിതി, കാലാവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ല, ആഗോളതാപനം എന്ന് പറയുന്നത് പിന്മാറുക. അതായത് ഇങ്ങനെയുള്ള ഗൂഢാലോചന തിയറികൾ എക്കാലത്തും ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത് അമേരിക്ക തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുണ്ട്. അപ്പോൾ അതൊരു ഗൂഢാലോചന തിയറിയാണ്, ഒരു കോൺസ്പിറസി തിയറിയാണ്. ഇത്തരത്തിലൊരു കോൺസ്പിറസി തിയറി തന്നെയാണ് ഈ ആഗോള താപനം ഇല്ല എന്ന് പറയുന്നതും. ശരി, അപ്പം ഇവിടെ മനുഷ്യന് ലഭ്യമായിരിക്കുന്ന വിഭവങ്ങൾ അവൻ സൂക്ഷിച്ചുപയോഗിക്കണം എന്നുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പ്രകൃതിയോട് ചേർന്നുള്ള വികസനം എന്ന് പറയുന്നത് ഒരു മര്യാദയുള്ള കാര്യമാണ്. പക്ഷെ അതിനെ അങ്ങ് നിഷേധിക്കുകയും ഡ്രിൽ എന്നാണ് പറഞ്ഞത്. ഡ്രിൽ ബേബി ഡ്രിൽ കുഴിച്ച് എണ്ണ ഖനനം നടത്താൻ മാത്രമല്ല, അത് ആ ഒരു എണ്ണയ്ക്കപ്പുറത്തേക്ക് ട്രംപ് എടുത്തിരിക്കുന്ന നിലപാട് മനുഷ്യന് ചൂഷണം ചെയ്യാനുള്ളതാണ് വിഭവങ്ങൾ, അത് പരമാവധി ചൂഷണം ചെയ്യുക എന്നുള്ള നിലപാടാണ് ട്രംപിന്റെ. വ്യവസായി ആയതും കൂടെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ അത് ശരിയല്ല. അത് അടിസ്ഥാനപരമായി അത്തരം കാര്യങ്ങളിൽ വീഴ്ച. കാരണം ഈ മനുഷ്യന്റെ ആർത്തിക്കുള്ള വിഭവങ്ങൾ പ്രകൃതിയിലില്ല, മനുഷ്യന്റെ ആവശ്യത്തിനുള്ള വിഭവങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ ആർത്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ മുഴുവൻ കുഴിച്ചെടുക്കൂ, അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം വേണ്ട, അതുകൊണ്ട് പാരീസ് കാലാവസ്ഥ പിന്മാറി. ഇത് അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടന അത് ഭയങ്കര അബദ്ധമായിപ്പോയി. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അത് ലോകാരോഗ്യ സംഘടന പോലുള്ള എത്രയോ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കുട്ടികൾക്ക് സഹായിക്കുന്നതും രോഗം വരുമ്പം ഇടപെടുന്നതും എല്ലാം ലോകാരോഗ്യ സംഘടനയാണ്. അതിൽ നിന്ന് പിന്മാറി അവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ. അല്ല, ട്രംപ് അതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്ന ഒരേ ഒരു നിലപാടെന്ന് പറയുന്നത് അമേരിക്ക അതിൻ്റെ ആവശ്യത്തിൽ കൂടുതൽ പണം മുടക്കുന്നുള്ളതാണ്. അത് അമേരിക്ക ഒരു ലോക തല പോലീസായിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്ക ഇങ്ങനെ ഇടപെടുന്നത് കൊണ്ട് തന്നെയാണ്. വാസ്തവത്തിൽ ലോകരാജ്യങ്ങളെ സഹായിക്കുന്നു, ട്രംപ് അതൊക്കെ നിർത്തി. ഇതൊരു കൈക്കൂലിയാണ്. അതായത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഈ ഒരു അമേരിക്ക പഴയ വലിയ തറവാടുകളിലെ തമ്പുരാന്മാരായിരുന്നുകൊണ്ട് എല്ലാവർക്കും സമ്പാദനം മുടിഞ്ഞ അവസ്ഥ വരണ്ടെന്ന് കരുതിയാണ് ഈ ട്രംപ്. തെറ്റാണ്. അതായത് ഈ അമേരിക്കയോ യൂറോപ്പിലെ രാജ്യങ്ങളോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പഴയ കാർന്നോമാരുടേതുപോലെ സംഭാവന ചെയ്യുന്നതല്ല. അവരുടെ കച്ചവട താല്പര്യം ചെയ്യാൻ വേണ്ടി അവർ കൊടുക്കുന്ന ഒരു കൈക്കൂലിയാണ്. അപ്പോൾ അതായത് ഇവർക്ക് അവരുടെ പോളിസി അടിച്ചേൽപ്പിക്കാൻ, ഇപ്പം ഞാൻ ചോദിക്കും, WTO വന്നിരിക്കുന്നു, എന്തൊക്കെയുണ്ട്, IMF, ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളെല്ലാം അടിസ്ഥാനപരമായി യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും വിപണിക്ക് കൂടുതൽ സാധ്യത ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സംവിധാനങ്ങളാണ്. ഇവരെല്ലാം പണം കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് IMF-ൻ്റെയോ വേൾഡ് ബാങ്കിൻ്റെയോ ഫണ്ടില്ലാതെ മുമ്പോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിന്റെ നിബന്ധന എന്താണ്? ഈ പണം കിട്ടുമ്പോൾ നമ്മൾ അതനുസരിച്ച് തുറന്നു കൊടുക്കണം ഒരുപാട്. അപ്പം താരിഫിൽ നമുക്ക് കൺട്രോൾ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം. അപ്പം അങ്ങനെ ഒരു ആഗോള പോളിസിയുടെ ഭാഗമായിട്ടാണ് അമേരിക്ക അവരുടെ അധീശത്വം നിലനിർത്തുന്നത്. ഈ ട്രംപ് കാണിക്കുന്ന മണ്ടത്തരം ഈ കാര്യത്തിൽ. നാളെ ഇപ്പം ട്രംപ് ഈ ലോകാരോഗ്യ സംഘടന പിന്മാറി, അതിൻ്റെ കാരണം 18% അമേരിക്കയുടെ വിഹിതമാണ്. നാളെ ചൈന ആ 18% ഞങ്ങൾക്ക് നൽകിയേക്കാന്ന് പറഞ്ഞാലോ? ലോകാരോഗ്യ സംഘടന ഇപ്പൊ തന്നെ ഏതാണ്ട് ചൈനയുടെ കൺട്രോളിലാണ്. ഈ എന്തോ മെട്രോസോ ഗുഡ്രോസോ ഒക്കെ സംഘടന തലവൻ പോലും ഇപ്പം അവര് പറയുന്ന ആളാണ്. അതെ. അപ്പം ആർക്കാണ് നഷ്ടം? അമേരിക്കയ്ക്കാണ് നഷ്ടം. അതുപോലെ തന്നെയാണ് UNRWAക്ക് പൈസ കൊടുക്കൂലെന്ന് പറഞ്ഞ്. ഇത് അവിടുത്തെ അവിടെ പിന്നെ ഫലസ്തീനിൽ അവിടുത്തെ കുട്ടികൾക്കും ദുരിതാനുഭവ ജനങ്ങൾക്ക് സഹായം നൽകാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭ നിയോഗിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് UNRWA. അതിന്റെ സാമ്പത്തിക സഹായം ഇല്ലാതാക്കി പറക്കി. അല്ല, അതിൽ തെറ്റില്ല. കാരണം ഞാൻ പറഞ്ഞു ഇത് രണ്ടും ഡിഫറൻറ്റ് ആണ്. അതെന്ന് പറയുന്നത് അത് അവർ ഹമാസ് കൊണ്ടുപോകും. അതാണ് അവർ പറയുന്ന പ്രധാന. ഞാൻ പറഞ്ഞ അത്തരം ചില കാര്യങ്ങൾ എടുക്കുന്ന തീരുമാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം മാത്രമല്ല, ഈ ഫലസ്തീനിലെ ജനതയെ സഹായിക്കാൻ ലോകത്തിന് നാനാഭാഗത്തും പണം എത്തുന്നുണ്ട്, പ്രത്യേകിച്ച് നോമ്പ് കാലത്ത്. അതൊക്കെ ഹമാസ് ഉപയോഗിക്കുകയും ഇവരവിടെ രക്തസാക്ഷികളെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഈ ലോകാരോഗ്യ സംഘടന പോലുള്ള സാധനങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന വലിയ ഇടപെടലുണ്ട്. ഈ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞ ഓരോ ദിവസം കഴിഞ്ഞ ദിവസം ഒരു പുതിയ രോഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ SS ലാൽ ഉണ്ടല്ലോ, അദ്ദേഹം ഇത്തരം രാജ്യങ്ങളിലൊക്കെ പോയി ഇതിന്റെ ഒരു ഭാഗമായി ലോകാരോഗ്യ സംഘടന ഭാഗമായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഈ രോഗങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം നടത്തുന്നത്, കണ്ടുപിടിക്കുന്നത്, പ്രതിരോധിക്കുന്നതിനൊക്കെ പിന്നിൽ ലോകാരോഗ്യം. അപ്പം അത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കിയാൽ അമേരിക്ക, അത് മാത്രമല്ല താരിഫിന്റെ കാര്യത്തിൽ എടുക്കുന്ന സ്റ്റാൻഡുണ്ട് വളരെ വിചിത്രമാണ്. അപ്പം അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും അദ്ദേഹം
താരിഫ് ഏർപ്പെടുത്തുക. ഇപ്പോൾ ചൈനയ്ക്ക് എന്തോ കൂടുതൽ താരിഫും കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കാണിക്കുന്ന മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ രണ്ടും മണ്ടത്തരങ്ങളാണ്. ഒന്ന്, ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങളാണ് ലോകത്തിന് നാനാഭാഗത്തേക്കും പോകുന്നത്. ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളെല്ലാം മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം അമേരിക്കയിലാണ്. ഈ കമ്പനികൾക്കെല്ലാം മറ്റ് രാജ്യങ്ങൾ താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തിരിച്ചു സംഭവിക്കും. അല്ല, ഇത് ഞാൻ പറഞ്ഞ അത്തരം കാര്യങ്ങളിൽ ഇപ്പൊ അതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ താരിഫും IMF-ഉം വേൾഡ് ബാങ്കും ഈ സംവിധാനങ്ങളെല്ലാം പതിയെ ഡെവലപ്പ് ചെയ്തെന്ന് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടായിരുന്നു. പക്ഷെ ഇതിനെ ചൈനയും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അമേരിക്കയേക്കാൾ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ചൈനയ്ക്ക് കഴിയുന്നുണ്ട്, ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. അപ്പം അമേരിക്കയിലെ സാധാരണക്കാർ പിടിച്ചു നിൽക്കുന്നത് ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ കൊണ്ടാണ്. കാരണം അത് പ്യുവർ ക്യാപിറ്റലിസമാണ്. ഇപ്പം എനിക്ക് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും അവിടെയുണ്ട്. അവിടെ നമ്മൾ ചികിത്സ സൗജന്യമല്ല, വിദ്യാഭ്യാസം സൗജന്യമല്ല. ഞാൻ പറഞ്ഞപ്പോൾ പാശ്ചാത്യ, ഇപ്പോൾ അമേരിക്ക, ഇംഗ്ലണ്ടിലാണെങ്കിൽ ജനിച്ചപ്പോൾ മുതൽ നിങ്ങളുടെ ചികിത്സ സൗജന്യം. ഇപ്പം നിങ്ങൾ അവിടെ ഇതുവഴി അടുത്ത ഒരു 3-4 കൊല്ലം മുമ്പ് വരെ ഒരു സ്റ്റുഡൻറ് വിസയിൽ അവിടെ ചെന്നാൽ പോലും, ഒരു വിസിറ്റ് വിസയിൽ അവിടെ ചെന്നാൽ പോലും ചികിത്സ സൗജന്യമാണ്. ഇപ്പോൾ അവർ അതിന് ഫീസ് ഈടാക്കും. ഫീസ് എന്ന് പറഞ്ഞാൽ മൊത്തം ഫീസല്ല, ഒരു ഇൻഷുറൻസ് ഫീസ്. അതായത് നമ്മൾ ഒരു കൊല്ലം ചികിത്സ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1000 പൗണ്ട്, 1 ലക്ഷം രൂപ നമ്മൾ നേരത്തെ അടയ്ക്കണം, ഇൻഷുറൻസ് പോലെ. പക്ഷെ എന്ത് ചികിത്സ കിട്ടും? അമേരിക്കയിൽ ഇതില്ല. അപ്പം അമേരിക്കയിൽ ഇല്ല എന്ന് മാത്രമല്ല, അമേരിക്കയിൽ സൗജന്യം എന്ന് പറഞ്ഞ സാധനമല്ല. ഓരോ വ്യക്തിയും പ്രൈവറ്റ് ആയിട്ട് ഇൻഷുറൻസ് എടുത്തോണം. ഈ ഇൻഷുറൻസ് കമ്പനിയാണ് അവിടുത്തെ ഏറ്റവും വലിയ കഴുത്തറപ്പൻ സ്ഥാപനങ്ങൾ. ഈയിടയ്ക്ക് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ മേധാവി അതെന്ന് വെച്ചാൽ അത്രയ്ക്കും കഴുത്തറപ്പൻ സ്ഥാപനങ്ങൾ. സാധാരണക്കാരൻ ഇൻഷുറൻസ് ഇല്ല. ഇപ്പൊ നമ്മളിപ്പം തീ പിടിച്ച കഥ പറഞ്ഞല്ലോ, ഈ ലോസ് ആഞ്ചലസിനെ. ഈ തീ പിടിച്ച ഇവിടെ താമസിക്കുന്ന സമ്പന്നർ, അതിസമ്പന്നർക്ക് വലിയ ഇൻഷുറൻസ്. പക്ഷെ അതിന് താഴേക്ക് വരുന്ന ആളുകളൊന്നും ഈ മൊത്തം അതുകൊണ്ട് തീയണക്കാൻ വന്നതും ഈ വലിയവന്റെ വീട് തീയണക്കാൻ വന്നിട്ട് ഈ താഴേക്ക് വരുവാണെന്നെങ്കിൽ ഇടത്തരക്കാരുണ്ടല്ലോ, ഇടത്തരക്കാർ പോലും മുഴുവൻ തുകയ്ക്ക് ഇൻഷുറൻസ് എടുത്തിട്ടില്ല. അവൻ്റെ ഒരു വീടിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു $10 മില്യൺ കരുതുക. പക്ഷെ അവൻ കത്തിപ്പോയാൽ അവൻ 5 മില്യണിൽ കൂടുതൽ കിട്ടത്തില്ല. കാരണം അവൻ ഇൻഷുറൻസ് മാൻഡേറ്ററി ആയതുകൊണ്ട് എടുക്കണം. പക്ഷെ അവൻ അതിന്റെ ബാക്കി ഫെസിലിറ്റീസിൽ ഒഴിവാക്കുക. കാരണം വെച്ചാൽ അമേരിക്കയിലെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയാണ് അമേരിക്ക കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അവിടെ ചികിത്സ, വിദ്യാഭ്യാസം. ഇപ്പൊ ബ്രിട്ടനിൽ ഈ ഒരു 5-8 വർഷം മുമ്പ് വരെ ഫീസേ ഇല്ലായിരുന്നു യൂണിവേഴ്സിറ്റിയിലും. ഒരിടത്തുമില്ല ഫീസ്. ഒരിടത്തുമില്ല. ഇപ്പൊ ജർമ്മനിയിൽ ഇപ്പോഴും അങ്ങനെയാ, ഫീസ് ഇല്ല. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും അങ്ങനെ, യൂറോപ്യൻ രാജ്യങ്ങളും മിക്കയിടത്തും അത് തന്നെയാണ്. ചികിത്സയ്ക്ക് പൈസ കൊടുക്കണം. ബ്രിട്ടനിൽ ഇപ്പം ഫീസ് തുടങ്ങി. പക്ഷേ ഫീസ് തുടങ്ങിയാൽ പോലും ക്യാപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പം ഒരു വർഷം ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് 10,000 പൗണ്ട്, 10 ലക്ഷം രൂപയ്ക്കുള്ളിൽ മേടിക്കരുത്. ഏത് യൂണിവേഴ്സിറ്റിന് അത്രയും മേടിക്കരുത് നിയമമുണ്ട്. അതേസമയം വിദേശ രാജ്യങ്ങളോട് മേടിക്കാം. പക്ഷെ അമേരിക്കയിൽ അങ്ങനെയല്ല. അമേരിക്കയിൽ ഭയങ്കര ഫീസാണ്. അമേരിക്കക്കാർക്കും ഫീസ് ഇളവില്ല. അതുപോലെ ബ്രിട്ടനിൽ ഈ ഫീസ് മേടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ പലിശരഹിത സ്റ്റുഡൻറ് ലോൺ എല്ലാവർക്കും അർഹതയാണ്. അങ്ങനെ ഉണ്ട് അവിടെ. അപ്പം നമ്മളിപ്പം ഇംഗ്ലണ്ടിൽ പഠിച്ച് വന്ന അവിടെ ഒരു സെറ്റിലായി കഴിഞ്ഞാൽ കുഞ്ഞെ ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി ചെന്നാൽ അപ്പം തന്നെ ബാങ്ക് ലോൺ കൊടുക്കും. അവന് ഫീസ് അടയ്ക്കാനും അവന് ജീവിക്കാനുള്ള തുക എല്ലാം കൊടുക്കും. എല്ലാം കൊടുക്കും. എന്നിട്ട് ഇവൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു 3 കൊല്ലത്തേക്ക് ഗ്യാപ്പ് ഉണ്ട്, അത് കഴിഞ്ഞ് അടയ്ക്കാൻ തുടങ്ങിയാൽ മതി. എപ്പോഴും അവന് ജോലി കിട്ടുക അടയ്ക്കാൻ മതി. അപ്പം ഈ ഫെസിലിറ്റി ഒന്നും അമേരിക്കയിലില്ല. അവിടെയുള്ള സാധാരണ മനുഷ്യർ പിടിച്ചു നിൽക്കുന്നത് ഈ ചൈനയിൽ നിന്ന് വരുന്ന വില കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടാണ്. ചൈനീസ് സാധനം എന്ന് പറഞ്ഞാൽ. അപ്പം ഇത്തരത്തിലുള്ള ട്രംപിന്റെ എടുത്തുചാട്ടങ്ങൾ നമുക്ക് ഒരിക്കലും അത് തിരിച്ചടി കിട്ടും. ഇലോൺ മസ്കിനെയൊക്കെ പോലെ ഒരുപാട് വിദഗ്ധന്മാർ, ഉപദേഷ്ടാക്കളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് അതിൽ ഇത്തരത്തിലുള്ള ഒരു അബദ്ധത്തിൽ? എലൻ മസ്ക് അടിസ്ഥാനപരമായി ബിസിനസ്സുകാരനാണല്ലോ. അപ്പൊ അദ്ദേഹം യാതൊരു നിയന്ത്രണവുമില്ലാത്ത, യാതൊരു കൺട്രോളും ഇല്ലാത്ത ബിസിനസ് ആരാൽ നിയന്ത്രിക്കുന്ന ഒരു ലോകം മാത്രം ആഗ്രഹിക്കുന്ന ആളാണ്. എന്ത് പരീക്ഷണത്തിന് ഇറങ്ങുക, അതുകൊണ്ട് കഞ്ചാവ് അടിക്കുക, സോഷ്യൽ മീഡിയയ്ക്ക് യാതൊരു ഫേക്ക് ഇത് ആവശ്യമില്ല, യാതൊരു കൺട്രോൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഈ കൺട്രോളുകളില്ലാത്ത ഒരു നിയന്ത്രണങ്ങളില്ലാത്ത ലോകമാണ് എലൻ മസ്കിനെ പോലെ. അപ്പം എലൻ മസ്കിന് ബിസിനസ് അല്ലാതെ മറ്റൊന്നുമില്ല. എലൻ മസ്ക് അതുകൊണ്ടുള്ള സ്റ്റേജൊക്കെ എടുത്ത് ഡാൻസ് കളിക്കുന്നു. അപ്പം മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിജിറ്റൽ കറൻസിയാണ് മസ്കിന്റെ ഏറ്റവും വലിയ. മസ്കിന്റെ മകൻ ചെന്ന് സ്ത്രീയായതാണോ ഈ ട്രംപിനെ പ്രകോപിപ്പിച്ചത്? അവരുണ്ടാക്കുന്ന കുറെ തലവേനയൊക്കെ ഉണ്ട്, നമ്മൾ സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല ട്രംപ് ഒരു വലിയ വിശ്വാസിയാണ്. ഈ വിശ്വാസികൾ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തില്ല. ഈ സ്വവർഗാനുരാഗത്തിനൊക്കെ എതിരാണ്. അപ്പൊ ഈ സ്വവർഗാനുരാഗം തെറ്റാണ്, ആണും ഈ ഒരു വിശ്വാസത്തിന് പുറത്തുണ്ട്. ആ ഒരു ട്രഡീഷൻ ഇപ്പം നമ്മുടെ നാട്ടിൽ പോലും അതെ. നമ്മുടെ നാട്ടിൽ പോലും ഈ നോക്കിക്കോളൂ, നല്ല വിശ്വാസികൾ, ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അവർ ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ എതിരാണ്. അപ്പം അതിന് തുടർ. പക്ഷേ ഈ വശം നമ്മൾ പറയുമ്പോഴും ബാക്കി അമേരിക്കയുടെ പരമ്പരാഗതമായ പല നയങ്ങളിലും ട്രംപ് വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മളിന്ന് കണ്ടിരുന്നു. ഇപ്പം എനിക്ക് ട്രംപിനോട് വലിയ ആദരവ് തോന്നിയ 2 കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്, 2 കാര്യങ്ങൾ. ഒന്ന്,
ഞാൻ അതിന് നമ്മൾ അടിസ്ഥാനപരമായി പറയേണ്ട കാര്യം വെച്ചാൽ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ഇപ്പം ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് ഈ 4 കൊല്ലം അയാൾ ആ കസേരയിൽ ഇരുന്നു എന്നല്ലാതെ അങ്ങേർക്ക് ശരിക്കും ജീവൻ ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്കറിയില്ല. യാതൊരു ഓർമ്മയില്ല, ഉരുണ്ട് വീഴുന്നു. അങ്ങേര് കോമയിൽ ജീവിക്കുന്ന ഒരു എന്താണ് പറയുന്നത്, ഒരു ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ പലപ്പോഴും ഒബാമയൊക്കെ അയാളെ പിടിച്ചോണ്ട് സ്റ്റേജാന്നൊക്കെ പിടിച്ചോണ്ട് പോകുന്നു. അയാൾ ഇങ്ങനെ സംസാരിക്കും, തെറ്റിപ്പോകുന്നു, വ്യക്തിയുടെ പേര് മറന്നു പോകുന്നു, രാഷ്ട്രതലവന്മാരുടെ പേര് മറന്നു പോകുന്നു, മകന്റെ പേര് മറന്നു പോകുന്നു, നെതന്യാഹുവിന്റെ പേര് പറഞ്ഞിട്ട് തെറിയും കൂടെ പറഞ്ഞു, അസഭ്യം കൂടെ പറഞ്ഞു. അതായത് അയാൾ ഒരു പ്രത്യേക അമേരിക്ക അങ്ങനെയുള്ള ഒരു പ്രസിഡന്റിനെ ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയിൽ കൃത്യമായ പോളിസി ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ആളുകൾ ഇപ്പം ഒബാമ തൻ്റെതായ നിലപാടുള്ള ഒരു പ്രസിഡന്റ് ആയിരുന്നു. കാരണം അയാൾ ഡെമോക്രാറ്റ് ആയിരുന്നു, ഈ വോക്കിസത്തിൻ്റെ ഒക്കെ ആളാണെങ്കിൽ പക്ഷം ഒബാമയ്ക്കൊരു നിലപാടുണ്ടായിരുന്നു വിഷയത്തിൽ. അപ്പം ഇതിൽ തികച്ചും വ്യത്യസ്തമായ ഒരു നിലപാടുള്ള ആളാണ് ട്രംപ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ട്രംപിനെ കണ്ടത് ഇപ്പം 3-4 കാര്യങ്ങൾ. ഒന്ന്, എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം, ഞാൻ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, കണ്ടിട്ടില്ല. അമേരിക്കയിൽ മാത്രമല്ല, വിചിത്ര സംഗതിയാണ്, അമേരിക്കയിൽ ജനിക്കുന്ന ഒരാൾക്ക് പൗരത്വം കിട്ടും. നമുക്കിപ്പം ജന്മാവകാശമാണ്. അയാൾ ആരാണെങ്കിലും, നിങ്ങൾ ഏത് രാജ്യത്തെ പൗരനാണെങ്കിലും, ഇപ്പം ഞാനിപ്പം എൻ്റെ എത്രയോ പരിചയക്കാർ, ഇന്ന് രാവിലെ എന്നെ ഒരാൾ ഇപ്പം ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്, രാവിലെ എൻ്റെ വീഡിയോയിലുണ്ട്, എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാന്നല്ല ഇപ്പം ഷാജാന്നാണ്, ഷാജ എൻ്റെ ഇളയ മോനും അമേരിക്കൻ പൗരനാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതിനെ പറ്റി, ഞാൻ അവിടെ കൊണ്ട് പ്രസവിപ്പിച്ചു എന്ന് പറഞ്ഞു ഭാര്യയെ. അതായത് നിങ്ങൾ ഈ അമേരിക്കയിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് ആളുകൾ പ്രസവ സമയമാകുമ്പം അങ്ങോട്ട് വിചിത്രമായ കാര്യം, അവിടെ പോയി പ്രസവിച്ചാൽ അമേരിക്ക പൗരനായി. നമ്മുടെ നാട്ടിലെ പഴയ കാലത്തെ വളരെ പ്രശസ്തയായ ഒരു കായിക താരം, എനിക്ക് പരിചയമുള്ള, ഞാൻ പേര് പറയുന്നത്, വളരെ പ്രശസ്തയായ ഒരു കായിക താരം ഇളയ കുഞ്ഞിനെ കൊണ്ട് പ്രസവിപ്പിച്ചത് അവിടെയാണ് പ്രസവിച്ചത്. ആ പ്രസവ സമയമായപ്പോൾ അങ്ങോട്ട് പോയി. ആയിരക്കണക്കിന് മലയാളികൾ ഈ പ്രസവിക്കാൻ വേണ്ടി അവിടെ പോകുന്നുണ്ട്, ആയിരക്കണക്കിന്. ഇന്ത്യക്കാരിൽ അത്യാവശ്യം കാശുള്ള മുഴുവൻ ഇനി പോട്ടെ, ഈ അറബ് മുതലാളിമാർ UAE-യിലെയും സൗദിയിലെയും ഈ കുവൈറ്റിലെയും ബഹ്റൈനിലെയും ഒക്കെ അവർക്ക് ഇഷ്ടംപോലെ കാശുണ്ടല്ലോ. അവർക്ക് അമേരിക്കയിൽ പോയി ജീവിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഖത്തറിലെയൊക്കെ ഒരു അറബി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൗദിയിൽ ഒരു വരുമാനമുള്ളവരാണല്ലോ. അവർക്ക് അമേരിക്കയിൽ ലോകത്തോട്ട് പോകേണ്ട കാര്യം, അവർക്ക് രാഷ്ട്രം കൊടുക്കും, അവർക്ക് ഭൂമിയുണ്ട്, അവരാണല്ലോ, അവരുടേതാണല്ലോ. ഈ അറബികൾ അവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, വേണം വിമാനം പിടിച്ചാണെങ്കിൽ പോലും ഇവർ നേരെ അങ്ങ് പോകുക. അവർ ഇൻഷുറൻസ് ഒന്നും എടുക്കത്തില്ല. എന്നിട്ട് ആശുപത്രികൾ കാത്തിരിക്കുക. ഈ അറബികൾ, ഇവൻ ഈ സുഡാൻ അടക്കമുള്ള രാജ്യങ്ങൾ, ഇവിടെ ഒക്കെയുള്ള സമ്പന്നരുണ്ടല്ലോ, ഈ സമ്പന്നര് അവിടേക്ക് വരുന്നു, അവിടെ അങ്ങ് പ്രസവിക്കുന്നു. പ്രസവിച്ചു അത് 2 തരത്തിലാണ്. ഒന്ന്, അവിടെ പ്രസവിച്ചു കഴിഞ്ഞാൽ പൗരത്വം. എന്തിനേറെ രാജ്മോഹൻ, നിങ്ങളിപ്പോൾ ഒരു വിമാനത്തിൽ പോവുകയാണ് അമേരിക്കയുടെ മണ്ടേ കൂടെ, പെട്ടെന്നൊരു പ്രസവവേദന ഉണ്ടായിട്ട് കുഞ്ഞ് ആകാശത്തിൽ വെച്ച് ഉണ്ടായെന്ന് വെച്ചോളൂ, വിമാനം അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ലെന്ന് കരുതിക്കോളൂ, എന്നാലും അമേരിക്കൻ പൗരത്വമാണ്. അമേരിക്കയുടെ ആകാശത്താണ്, അമേരിക്കയുടെ കപ്പലിൽ, അമേരിക്കയുടെ കടലുണ്ട്, അതിർത്തി കടന്നാൽ അമേരിക്കയുടെ കടലുണ്ട്. ഇപ്പൊ നമ്മളൊരു ക്രൂയിസ് ട്രിപ്പ് പോകുന്ന വെച്ചോളൂ, അമേരിക്കൻ കടലിലൂടെ പോവാണ്, അവിടെ വെച്ച് പ്രസവിച്ച അമേരിക്കൻ പൗരത്വമാണ്. അതിവിചിത്രമായൊരു നിയമം 1866 മറ്റോ അമേരിക്കൻ ഭരണഘടന 14-ാം ഭേദഗതി പ്രകാരം കൊണ്ടുവന്ന അതിന് പശ്ചാത്തലമുണ്ട്. ഇതെല്ലാത്തിൻ്റെ പശ്ചാത്തലം 2 കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒന്നാമത്തേത്, ഈ കോമൺ ലോ എന്ന് പറയുന്നതാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ, പരിഷ്കൃത രാജ്യങ്ങൾ മുഴുവൻ, നമ്മൾ ഇന്ത്യ അടക്കം ആശ്രയിച്ച ലോ, ബ്രിട്ടീഷ് ലോ. അപ്പോൾ ഈ ബ്രിട്ടീഷ് ലോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഹൗസ് ഓഫ് ലോർഡ്സ് ആയിരുന്നു എൻ്റെ ടോപ്പ്, അതിൻ്റെ സുപ്രീം കോടതി എന്ന് പറഞ്ഞ ഹൗസ്, അങ്ങനെ കാലമുണ്ട്. അപ്പോൾ ഈ ബ്രിട്ടീഷ് ലോയെ അടിസ്ഥാനപ്പെടുത്തിയാണ് അമേരിക്കയിൽ ആ കാലത്ത് നിയമം കൊണ്ടുവരുന്നത്, അവിടെ കൊണ്ടുവന്നിരുന്നത്. ഇത് മാത്രമല്ല, ഈ അടിമത്തത്തിൻ്റെ ഒക്കെ ഒരു കാലം ഉണ്ടല്ലോ, ഈ കറുത്തവരോട് വിവേചനത്തിൻ്റെ. അപ്പം ആ കാലത്ത് അവിടെയുള്ള കറുത്ത വർഗ്ഗക്കാർക്ക് പൗരത്വം കൊടുക്കുന്നതിനുള്ള പ്രക്ഷോഭമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമപരിഷ്കാരമാണ് 1866-64. ഈ നിയമപരിഷ്കാരം അനുസരിച്ചാണ് അമേരിക്കയുടെ മണ്ണിൽ ആര് ജനിച്ചാലും അവർ അമേരിക്കൻ പൗരത്വം കൊണ്ടുവന്നു. ഈ അടിസ്ഥാന നിയമം കൊണ്ടുവന്ന് ബ്രിട്ടൻ 1983 അത് മാറ്റി അവർ മാറ്റി. പിന്നെ അയർലൻഡ്, നോർത്തേൺ അയർലൻഡിൽ, അപ്പോൾ ഈ നോർത്തേൺ അയർലൻഡും അയർലൻഡും തമ്മിൽ ചില ട്രീറ്റി ഉണ്ട്. നോർത്തേൺ അയർലൻഡ് ബ്രിട്ടൻ്റെ ഭാഗമാണ്, അയർലൻഡ് വേറെ റിപ്പബ്ലിക്കാണ്. അതുകൊണ്ട് നോർത്തേൺ അയർലൻഡിൽ ജനിക്കുന്ന ഒരാൾക്ക് ഐറിഷ് സിറ്റിസൺഷിപ്പോ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പോ തിരഞ്ഞെടുക്കാൻ അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം അവിടെ ഈ അടുത്ത കാലം വരെ ഇത് തുടർന്നിരുന്നു. അതുകൊണ്ട് അതിനു വേണ്ടി വരുന്നവരുണ്ടായിരുന്നു. കാരണം ബ്രിട്ടൻ്റെ ഭാഗമാണ്. UK വിസ എടുത്തിട്ട് നേരെ ബെൽഫാസ്റ്റ് വന്നിറങ്ങുന്നു,
അവിടെ പ്രസവിച്ചാൽ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ഉണ്ട്. നിങ്ങൾ മറ്റേ നോർത്ത് ഐലൻഡ് അല്ലാതെ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ പറ്റില്ല. അതിന് ചെറിയ മാറ്റം വന്നു. ഇപ്പം വന്നിരിക്കുന്നത് 3 വർഷമെങ്കിലും അവിടെ താമസിച്ചാൽ ഇപ്പോഴും കിട്ടും. 3 കൊല്ലം താമസിച്ചാൽ മതി. ഈ അമേരിക്കയിലെ നിയമത്തിന്റെ ഏറ്റവും ഒരു അപകടം ഇത് ഞാൻ പറഞ്ഞ അവിടേക്ക് പോകുന്ന നമ്മൾ പറഞ്ഞ സമ്പന്നരാ, അത്യാവശ്യം പൈസ ഉള്ളവരോട് ഇപ്പോൾ എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ അഭയാർത്ഥികളുണ്ട്. ഈ ബൈഡൻ ഭരണകാലത്ത് മാത്രം ഏതാണ്ട് 12 ലക്ഷം അഭയാർത്ഥികളാണ് കടന്നു വന്നത്. ഇത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവിടേക്ക് ആളുകൾ എത്തും. നിയമവിരുദ്ധമായി എത്തുന്നവരാണ്. കടൽ വഴിയും വിമാനത്തിൻ്റെ അകത്ത് കയറിയിരുന്ന്, വിമാനത്തിൻ്റെ ചരക്ക് കയറിയിരുന്ന്, വിമാനത്തിൻ്റെ വീല് കെട്ടിപ്പിടിച്ചു. അതുപോലെ തന്നെ ബോട്ടിൽ കയറിപ്പോയി. അതായത് ബോട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പം യൂറോപ്പിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പം വലിയ മാഫിയകൾ പ്രവർത്തിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത്. ഇപ്പം ഇസ്ലാമാബാദിൽ നിന്ന് നിങ്ങൾക്ക് ദുബായിലേക്കോ അല്ലെങ്കിൽ അബുദാബിയിലേക്കോ ദോഹയിലേക്കോ ഒക്കെ ഇവർ വിസ ഒരുക്കി കൊടുക്കും. അവിടെ ചെല്ലും, അവിടെ ലാൻഡ് ചെയ്യുന്നു. അവിടുന്ന് അപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്ക് അങ്ങ് പോകും. അപ്പോൾ ആ യൂറോപ്യൻ രാജ്യത്ത് എവിടെയെങ്കിലും ഗ്രീസ് ഫോർ എക്സാമ്പിൾ, ഗ്രീക്കിൽ ഒരുപാട് ദ്വീപുകളുണ്ട്. അവിടം വരെ എത്തപ്പെടും. പിന്നെ ഗ്രീക്കിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രശ്നം അവിടെ അടിഞ്ഞുകൂടരുത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഇവർക്ക് മൂവ് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കും. അവരറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇവരെ എവിടെ ഫ്രാൻസിലെത്തും. ഫ്രാൻസിൽ കലായിസിസ് എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട്. ഇവിടെ മുഴുവൻ പേരും ഇങ്ങനെ ലോകത്തിന് ഇവരെ ഫ്രാൻസ് സഹായിക്കും. എന്തിനാണെന്നറിയോ? അവരുടെ ലക്ഷ്യം ബ്രിട്ടനാണ്. എങ്ങനെയെങ്കിലും ലോറിയാലോ ബോട്ടേലോ ഒക്കെ കയറി ഇവരെ ബ്രിട്ടനിലേക്ക് പോവാം. അവിടെ യൂറോ ടണലുണ്ടല്ലോ. അപ്പൊ ഈ ലോറികൾ കയറി, അപ്പൊ ലോറിയിൽ പിടിക്കപ്പെട്ടാൽ ഒരു ലോറിയുടെ പുറകിൽ ഇവൻ കയറി വന്നാൽ ലോറിക്കാരന് 25,000 പൗണ്ട് പിഴയൊക്കെ. പക്ഷെ എങ്കിൽ പോലും ഇവരാരും അറിയാതെ വണ്ടി തടഞ്ഞും മരെ ഭീഷണിപ്പെടുത്തൊക്കെ കയറിപ്പോവും. അതുപോലെ സ്മോൾ ബോട്ടിൽ കയറിപ്പോവും. ഇങ്ങനെ UK ഒരുപാട് പേര് വരുന്നത് അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവിടെ വന്നിറങ്ങിയാൽ ഇത് തന്നെ അമേരിക്കയിലും. അമേരിക്കയിൽ മെക്സിക്കൻ അതിർത്തി വഴിയാണ് ഭൂരിപക്ഷം. അപ്പം ഈ ക്യൂബയിൽ നിന്നും ഈ പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഈ യുദ്ധം നടക്കുന്ന നമ്മുടെ സിറിയ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, ലെബനൻ, ഇത്തരം രാജ്യങ്ങളിൽ നിന്നെല്ലാം പാകിസ്ഥാൻ, ഇതിൽ ഏറ്റവും വലിയ മനുഷ്യക്കടത്ത് നടക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. ഈ മാഫിയകൾ പ്രവർത്തിക്കുന്നു. ഈ മാഫിയകൾ ഇവിടെ ആളുകളെ ഇങ്ങനെ മാസീവായിട്ട് കൊണ്ട് തള്ളുക. എന്നിട്ട് ഈ ഏജന്റുമാരുടെ സഹായത്തോടെ ഇതെല്ലാം ഉണ്ടല്ലോ, പോലീസുകാർ കൈക്കൂലി കൊടുത്ത് കയറ്റിവിടുന്നവരൊക്കെ കാണും. ഈ പറയുന്ന എല്ലായിടത്തും ഉണ്ടല്ലോ ഈ മാഫിയകളുണ്ടല്ലോ. ഇങ്ങനെ ഇവരെവിടെങ്കിലും എത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് സുഖമാണ്. ആ രാജ്യത്തിന്റെ ബാധ്യത. ആ രാജ്യത്തിന്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്റർനാഷണൽ കൺവെൻഷനാണ്. ഇന്റർനാഷണൽ കൺവെൻഷൻ അനുസരിച്ച് ഇപ്പം ബ്രിട്ടൻ, ഞാൻ അമേരിക്കയിൽ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ബ്രിട്ടനിൽ നിങ്ങൾ വന്നാൽ ഇവർ ഈ പാസ്പോർട്ടെല്ലാം കളയും. പിന്നെ ഏത് രാജ്യക്കാരാണെന്ന് അറിയത്തില്ല. പിന്നെ ഇവരെ തീറ്റിപ്പോറ്റേണ്ട ബാധ്യത. ഇവരെ 5 സ്റ്റാർ ഹോട്ടലാണ് താമസിപ്പിക്കുന്നത്. സാധാരണ അല്ലല്ല, 5 സ്റ്റാർ ഹോട്ടലാണ് താമസിപ്പിക്കുന്നത്. ഇവരുടെ ചെലവിന് പൈസ കൊടുക്കണം, ഇവരുടെ പിള്ളേരെ പഠിപ്പിക്കണം, തൊഴിലില്ലായ്മ ആനുകൂല്യം കൊടുക്കണം, എല്ലാ സാധനം കൊടുത്തിട്ട് ഈ കേസ് നടപടിക്രമങ്ങൾ തീരുന്നത് വരെ ഇവരെ സംരക്ഷിക്കണം. ഈ കേസ് നടപടിക്രമങ്ങൾ തീർന്നു കഴിയുമ്പം ഇവർ മുങ്ങും. വിധിക്കുമ്പോൾ ഇവരെ തിരിച്ചു പോകും. യോഗ്യതയില്ലാതെ വിധി വളരെ കുറച്ചേ വരത്തുള്ളൂ. യോഗ്യതയില്ലാതെ വിധിച്ചു എന്ന് വെച്ചോളൂ, ഇവരെ കിട്ടത്തില്ല. ഉള്ള കാശം കൊണ്ട് സ്വജീവിതം ഇവർ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഈ ബ്ലാക്ക് മാർക്കറ്റിലുണ്ടാവും. മാത്രമല്ല ഇപ്പം ഞാൻ ഇംഗ്ലണ്ടിലേക്ക് കടന്നു കയറുന്നു, അല്ലെ അമേരിക്കയിൽ കടന്നു കയറുന്നു, എൻ്റെ പാസ്പോർട്ട് കളയുന്നു, ഞാൻ മലയാളം സംസാരിക്കാതെ ഇരിക്കുന്നു, ഞാൻ ബാഗു ബി ഗു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏത് രാജ്യക്കാരനെന്ന് എങ്ങനെ അവർ തിരിച്ചറിയുന്നത്? എങ്ങനെ എങ്ങോട്ട് എന്നെ കയറ്റിവിടും? ഞാൻ ഇന്ത്യക്കാരനാണെന്ന് ബോധ്യമാണല്ലോ. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടൊരു കാര്യം, ഞാൻ കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ ലണ്ടനിൽ നിന്ന് ഇരിക്കുക, ഗാറ്റ്വിക്കിലിരിക്കുമ്പോൾ ഒരു മലയാളിയെ ഇതുപോലെ ഇവർ പിടിച്ച്, സാധാരണ അവിടെ ഒരുപാട് കടമ കിടന്നാൽ മാത്രമേ കടത്തി വിടത്തുള്ളൂ. ഒരു കണ്ണാടി വെച്ചൊരു മലയാളിയെ പിടിച്ച് അവൻ നല്ല സ്മോളുമാണ്, അവനെ പിടിച്ച് അവൻ എന്നെ കണ്ടപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വന്നാണെന്ന് എന്നോട് ചോദിച്ചു. മലയാളിയാണല്ലോ, എന്നെ കണ്ടപ്പോഴാണ് മനസ്സിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവൻ ബുദ്ധിമാൻ, ഇവൻ ആരോ പറഞ്ഞു കൊടുത്തു. ഇവൻ വിമാനത്തിൻ്റെ അകത്ത് കയറി, ഇവൻ ഇരിക്കുന്നില്ല. പോലീസുകാരവിടെ കൊണ്ടുവന്ന് ഇവനെ ഇരുത്താൻ നോക്കി, ഇവൻ എണീറ്റിരിക്കും. ക്യാപ്റ്റൻ വന്നിട്ട് പറഞ്ഞു വിമാനത്തിൽ എനിക്ക് നിർത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല, കൊണ്ടുപോകാൻ പറഞ്ഞു. തിരിച്ചു കൊണ്ടുപോയി. അവരോട് പറഞ്ഞു കൊടുത്തു നീ ഇരിക്കരുത്. അവൻ ഇരുന്നില്ല. ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവരെ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത്, ഇവരെ ടിക്കറ്റ് അവരൊക്കെ എടുക്കുന്ന, അവര് ടിക്കറ്റ് എടുത്ത് വിമാനത്തെ കയറ്റാൻ വന്ന അവൻ ഇരുന്നില്ല. ഞാൻ നേരിട്ട് കേട്ട കഥ പറയുന്നത്. ഇവനെ കൊണ്ട് ഇവന്മാർ തിരിച്ചുപോയി. ക്യാപ്റ്റൻ പറഞ്ഞു എൻ്റെ ഫ്ലൈറ്റ് ടൈം, ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചാൽ ഞാൻ ഏറ്റവും മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്, എൻ്റെ 3ാമത്തെ സീറ്റില്ല. അപ്പോൾ ക്യാപ്റ്റൻ വന്ന് സംസാരിക്കുന്നുണ്ട്, അയാൾ ഇരിക്കുമെന്ന് ഉറപ്പാക്കുകയാണെങ്കിൽ അപ്പം എണീറ്റ് നിൽക്കുകയാണെങ്കിൽ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ അവന്മാർ കാലെ പിടിക്കും, അവൻ ഇരിക്കുമോ? അവൻ ഇരിക്കത്തില്ല. ഇവന്മാരെന്ത് ചെയ്തു? 3 പോലീസുകാരുണ്ട്, ഇമിഗ്രേഷൻ പോലീസുകാർ, ഇവന്മാരെ തിരിച്ചുകൊണ്ട് പോയി.
ഇവര് ജയിലിലിറങ്ങി, പിന്നെ അവനോടൊന്ന് മുങ്ങും. അപ്പൊ അതാണ് ട്രംപ് ഇത്രയും ഇക്കാര്യത്തിൽ ട്രംപ് എടുത്തിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ അതിർത്തി അങ്ങ് അടച്ചു. അമേരിക്കയിൽ ഈ കടന്നാൽ ഉടനെ ഒരു ആപ്പിലൂടെ എന്നിട്ട് അപ്പോയിന്റ്മെന്റുകളെല്ലാം റദ്ദ് ചെയ്തു. പൂർണ്ണമായും ട്രംപ് ഈ ഒരു വഴി അടയ്ക്കണം. ഇപ്പൊ ഇന്ന് ദേശാഭിമാനി ഞാൻ വായിച്ചു 7 ലക്ഷം ഇന്ത്യക്കാരുണ്ടെന്നാണ്. എങ്ങനെയാണ് ഇന്ത്യക്കാർ വരുന്നത്? ഞാനീ പറഞ്ഞ പഞ്ചാബികൾ, ഗുജറാത്തികൾ, ഇവരെല്ലാം. കാരണം അമേരിക്കയിൽ പോയി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചു കാലം, ഒരു 8-10 വർഷം ഒരു പക്ഷേ അഭയാർത്ഥിയായി കഷ്ടപ്പെട്ട് കഴിയേണ്ടി വരും. അത് കഴിഞ്ഞ് എല്ലാം ശരിയായി കഴിഞ്ഞാൽ പിന്നെ ജീവിതം. അപ്പം ഇതുകൊണ്ട് എന്താ പ്രശ്നം? ഇവരാണ് അവിടെ 2 കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ അഭയാർത്ഥി എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറി അവിടെ ചെന്ന് അവനൊരു കൊച്ചുണ്ടായി, 2 പേരാണും പെണ്ണും ഏതെങ്കിലും ഒരാളെ സെറ്റ് ചെയ്താൽ മതിയല്ലോ. ഏതെങ്കിലും ഒരു പെണ്ണിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ, അവിടുത്തെ പൗരനായി കഴിഞ്ഞാൽ, ആ കുഞ്ഞു പൗരനായി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും ഗ്രീൻ കാർഡ് ഒക്കെ കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെയുണ്ട്. പിന്നെ കുഞ്ഞിനെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? മനുഷ്യാവകാശമല്ലേ, കൊച്ചിന്റെ അവകാശമല്ലേ. അപ്പൊ ഇവർ ക്ലിയറായി. ഇനി വ്യാജ വിവാഹങ്ങൾ നടത്താം. ഈ പറയുന്ന അവിടെ വിസയുള്ള ആളുകളും ഒരാളും തമ്മിൽ വിവാഹം നടത്തുന്നു. അങ്ങനെ 100-150 പേരെ വിവാഹം നടത്തുന്ന ആളുകൾ. എന്റെ ഒരു സുഹൃത്തും പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിലായിരുന്നു ഒരാൾ വ്യാജ വിവാഹമാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പാർട്ണർക്ക് ജീവിക്കണ്ടേ? ഇത്തരത്തിൽ വളഞ്ഞ വഴിയിലൂടെ ചെയ്യുകയും ഇവര് ഒന്ന് ബ്ലാക്ക് മാർക്കറ്റ് പണിയെടുക്കും, 2 ഇവരാണ് ക്രിമിനൽസ് ആവുന്ന മുഴുവൻ ഇവർ. അതാണ് ട്രംപ് ക്രിമിനൽസ് ആണെന്ന് വിശേഷിപ്പിച്ചത്. ക്രിമിനൽസ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞേ, ഇപ്പം ഫ്ലോറിഡയും കാലിഫോർണിയ, എൻ്റെ സഹോദരി കാലിഫോർണിയയിലാണ്. ഈ ഫ്ലോറിഡയും കാലിഫോർണിയയും മനോഹരമായ അത്യാവശ്യം സമ്പന്നമായ 2 സ്റ്റേറ്റുകളാണ്. ഈ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു സംസ്കാരവും കൾച്ചറും. പക്ഷെ അതൊക്കെ മാറി ഈ തെരുവിൽ ആളുകൾ കിടക്കുന്നു, ഭിക്ഷ എടുക്കുന്നു, വഴിയിൽ കിടക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, മോഷണം നടക്കുന്നു, കാർ അടിച്ചു പൊട്ടിക്കുന്നു. ഇങ്ങനെ ഒരു അരാജകത്വം അവിടെ വരും. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അലേർട്ടാണ്. ഇതൊന്നും ഇവരെ പിടിച്ചോണ്ട് പോയി ഇവരെ ശിക്ഷിക്കത്തില്ല, ഇവരുടെ അവകാശം സംരക്ഷിക്കണം. ഇങ്ങനെ അതിര് കവിഞ്ഞ ഈ സാധനം വന്നതോടെയാണ് ട്രംപ് ഇപ്പോൾ ആദ്യം 2 കാര്യങ്ങളൊന്ന്, ആദ്യം അതിർത്തി അടച്ചു, ഇനി ഒരുത്തനും കൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു. ഒരു അഭയാർത്ഥിക്ക് ഇനി ഇവിടെ സ്ഥാനമില്ലെന്ന് പറയുന്നു. 2 ബർത്ത് റൈറ്റിൽ അതും ട്രംപ് ഈ ആളുകൾ ഇതിനെ കുറ്റം പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നിയമപരമായി നിങ്ങൾ അവിടെ എത്തിയവരാണെങ്കിൽ ആകാമല്ലോ, ആകാം. അപ്പം ഞാൻ പറഞ്ഞ ഇപ്പം നമ്മൾ ഇന്ത്യക്കാരൻ, ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു IT കാരൻ അമേരിക്കയിൽ എത്തിയെന്ന് വെച്ചോളൂ, ഗ്രീൻ കാർഡോടെ. അവിടെ ഗ്രീൻ കാർഡാണ്, ഇന്ത്യൻ പൗരനാണ്. ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിലും ഇന്ത്യൻ പൗരനാണ്. നമ്മൾ ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞാൽ PR, പെർമനന്റ് റെസിഡന്റാണ്. ഈ ഗ്രീൻ കാർഡോടെ അവിടെ എത്തി കുഞ്ഞുണ്ടായ കുഞ്ഞിന് പൗരത്വം കിട്ടും, ലീഗലി അവിടെ എത്തിയവർ കിട്ടും. പക്ഷെ വിസിറ്റിംഗ് വിസ വന്നവൻ അല്ലെങ്കിൽ മെഡിക്കൽ വിസയിൽ വന്നവൻ, കള്ളത്തരത്തിൽ വന്നവനൊന്നും വിസ ഇല്ല. ഇതാണ് ട്രംപിന്റെ ഒരു പോളിസി. അപ്പൊ ഇത് ആ രാജ്യത്തിന് അനുകൂലമായിരുന്നല്ലോ. ഇത് വലിയ വികാരം ഉണ്ടാക്കും. ഞാൻ പറയുന്നത് പ്രസവിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അഭയാർത്ഥി. ഇത് ആ രാജ്യത്തെ വിഭവങ്ങൾ ആ രാജ്യത്തെ പൗരന്മാർക്കുള്ളതാണ്, ആ രാജ്യത്തെ തൊഴിൽ ആ രാജ്യത്തെ പൗരന്മാർക്കുള്ളതാണ്, ആ രാജ്യത്തെ അവകാശങ്ങൾ ആ രാജ്യത്ത് അവളാണ്. അതിൽ ട്രംപ് നടത്തുന്ന ഇടപെടൽ വലിയ കയ്യടി നേടും. ഇത് നിങ്ങൾ പറഞ്ഞ മാതിരി വോക്കിസ്റ്റുകളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഈ വോക്കിസ്റ്റുകൾക്കൊരു അജണ്ടയുണ്ട്. ഇവർ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് പോളിസീസ് പതിയെ അടിച്ചേൽപ്പിക്കാൻ. ഇപ്പം അങ്ങനെ ഇടയ്ക്ക് BLM, ബ്ലാക്ക് ലൈവ്സ് മാറ്റേഴ്സ് പറഞ്ഞ് നേരത്തെ തുടങ്ങിയത്. ഇങ്ങനെ ഇവർ പുതിയ സംവിധാനങ്ങൾ കൊണ്ടും ഈ സംവിധാനങ്ങളിലൂടെയൊക്കെ ഈ പറയുന്ന പല അജണ്ടകളും അവിടെ അടിച്ചേൽപ്പിക്കും. അതാണ് ഈ പരിശീലന പദ്ധതി ആദ്യം ട്രംപ് ഇല്ലാതാക്കിയത്. അതെല്ലാം തകർത്ത് ട്രംപ് വളരെ കൃത്യമായിട്ട് എന്താ പറയുന്നത് വെച്ചാൽ അമേരിക്കയുടെ താല്പര്യം, അമേരിക്ക ഫസ്റ്റ് എന്നുള്ള താല്പര്യം, അതാണല്ലോ MAGA, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അപ്പം ആ തരത്തിലുള്ള, അപ്പം മാത്രമല്ല ചില കാര്യങ്ങൾ ഞെട്ടിക്കും. ഇന്നലെ അമേരിക്ക വൈറ്റ് ഹൗസിൽ നിന്ന് കൂട്ടത്തോടെ ആളെ പിരിച്ചുവിട്ടു. ഈ ഒരു ആഭ്യന്തര കാര്യത്തിൽ അമേരിക്കയിൽ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് നമ്മൾ അയാളെ അംഗീകരിച്ച മതിയോ? അതേസമയം ഇപ്പൊ പനാമയുടെ കാര്യത്തിൽ വളരെ സൂക്ഷിച്ചു കയറി ട്രംപ് പറഞ്ഞ ന്യായമുണ്ട്. എനിക്ക് തോന്നുന്നു ട്രംപ് ഒന്ന് വരട്ടുന്നതായിരിക്കാനാണ് സാധ്യത അല്ലേ മിക്കവാറും. ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറയുന്നത് അത്. പക്ഷെ അതിലേക്കൊക്കെ പോയാൽ പനാമയുടെ വിഷയത്തില്, അതുപോലെ ഗ്രീൻലാൻഡിന്റെ വിഷയം, ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ തമാശയാണ്, അയാളത് പരിഹസിച്ചതാണ്. പക്ഷേ ഈ പനാമയുടെ വിഷയത്തിൽ നിന്ന് ആലോചിച്ച് നോക്കുക. അമേരിക്ക പണിത കനാൽ, ഈ അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ. ഈ കനാലിൽ അമേരിക്കയുടെ നിയന്ത്രണം പോയി. കാരണം പനാമ പിന്നീടാണ് രാജ്യമാവുന്നത്. പക്ഷെ ഇപ്പൊ അത് ചൈനയ്ക്ക് അവർ പ്രാധാന്യം കൊടുക്കുകയും അമേരിക്കയ്ക്ക് പണി കൊടുക്കുകയും ചെയ്യുന്നുള്ള ജെനുവിൻ ഇഷ്യൂ ആണ്. അമേരിക്കൻ കപ്പലുകൾക്ക് കൂടുതൽ തുക ഈടാക്കുന്നു. സത്യം പറഞ്ഞാൽ അമേരിക്ക ഉണ്ടാക്കിയ, പക്ഷെ അതിന് പരിഹാരം ഉണ്ടാവണം. പക്ഷെ അത് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്നവർ, പക്ഷെ ഒരു പക്ഷെ വരട്ടാനായിരിക്കാം. അത്തരം കാര്യങ്ങളിലൊക്കെ അന്താരാഷ്ട്ര കാര്യങ്ങൾ പലതും തിരിച്ചറിയാൻ പോകുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ മോദിയെ ക്ഷണിച്ചില്ല, മോദിയെ ക്ഷണിച്ചു എന്ന് പറഞ്ഞ് ശരിക്കും ക്ഷണിച്ചില്ല.
അപ്പം നമ്മൾ പലരും ഞെട്ടിയ അത് എനിക്ക് തോന്നുന്നത് അമേരിക്കയിൽ അവർ ഈ അല്ലെങ്കിലും രാഷ്ട്രതലവന്മാരെ കുറച്ചുപേരെ വിളിച്ചോളൂ. അധികം പേരില്ല. ഇറ്റലി പ്രധാനമന്ത്രി, അങ്ങനെ അർജന്റീന, അങ്ങനെ കുറച്ചുപേരെ തീവ്രം. പക്ഷെ അങ്ങനെയാണെങ്കിലും മോദി വരേണ്ടതല്ലേ എന്നുള്ളതുണ്ട്. മോദി ക്ഷണിച്ചില്ലെന്ന് പറഞ്ഞ് ചൈനീസ് ആദ്യം ഉപേക്ഷിച്ച് ചർച്ച നടത്തിയത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുമായിട്ടാണ് ഡോക്ടർ ജയശങ്കർ. അല്ല, നല്ല പ്രാധാന്യം. ജയശങ്കർ അവിടെ വലിയ പ്രാധാന്യം തന്നെയാണ് എടുത്തത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നമ്മുടെ നെതന്യാഹു എത്തിയില്ല. സർജറി കഴിഞ്ഞ പുള്ളി വിശ്രമിക്കാൻ. അപ്പൊ എന്താണോ അത്തരം കാര്യങ്ങളോട് അപ്പൊ അന്താരാഷ്ട്ര നിലപാട് എന്തെടുക്കാൻ പോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ട്രംപിന്റെ ഒറ്റ ബുദ്ധിയിൽ എടുക്കുന്ന പല കാര്യങ്ങളും, ഞാൻ പറഞ്ഞ ഈ ലോകാരോഗ്യ സംഘടനയടക്കം പല കാര്യങ്ങളും അത് ദോഷം ചെയ്യും. കാരണം അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കുഴപ്പമാണ്. പക്ഷേ ഈ ഇത്തരം ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്കക്കാരെ സംരക്ഷിക്കാനായിട്ട് ട്രംപ് എടുക്കുന്ന പല കാര്യങ്ങളും റഷ്യ ഉക്രൈൻ യുദ്ധത്തിനൊക്കെ ചിലപ്പോൾ ഇടപെടാൻ സാധ്യത കളയാൻ കഴിയില്ലെന്ന് തോന്നുന്നു. അത് വളരെ സിമ്പിളായിട്ട് തീർക്കാൻ പ്രശ്നമാണല്ലോ. കാരണം വെച്ചാൽ യുക്രൈൻ അമേരിക്കയുടെ പിന്തുണയില്ലാതെ യുദ്ധം നടക്കില്ല. ബൈഡൻ ആയുധം കൊടുത്തോണ്ട്, ബാലിസ്റ്റിക് മിസൈൽ കൊടുത്തോണ്ട് അല്ലാതെ പറ്റത്തില്ല. യുക്രൈൻ അമേരിക്ക പിന്തുണച്ചില്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണയ്ക്കും. മാത്രമല്ല ഈ പറഞ്ഞ ഇറ്റലി അടക്കം, ഡെൻമാർക്ക് അടക്കം, ഈ നാറ്റോയിലുള്ള ഒരുപാട് രാജ്യങ്ങൾ ഈ ഇത്തരം അവരെല്ലാം റൈറ്റ് വിങ് ആണിപ്പോൾ. ഫ്രാൻസ് പോലും പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ സാഹചര്യം അവിടെ എല്ലാം ഈ റൈറ്റ് വിങ് പാർട്ടികൾ, ജർമ്മനിയിലും ഫ്രാൻസിലും ഒക്കെ റൈറ്റ് വിങ് പാർട്ടികൾ. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ ഇത്തരം വേസ്റ്റേജ് ഓഫ് മണിക്കെതിരാണ്. അതുകൊണ്ട് യുക്രൈൻ യുദ്ധം അവസാനിക്കുന്ന കാര്യം തീർച്ചയാണ്. പക്ഷെ എങ്ങനെ തീർക്കും? കാരണം റഷ്യ യുക്രൈൻ്റെ ഈ ക്രിമിയ അടക്കമുള്ള കുറേ സ്ഥലങ്ങൾ പിടിച്ചെടുത്തിരുന്നു. അത് വിട്ടുകൊടുക്കുമോ എന്നുള്ള വിഷയമാണുള്ളത്. പക്ഷേ അതൊക്കെ വരാൻ പോകുന്നു. എനിക്കറിയേണ്ടത് മുഴുവൻ ഹമാസിന്റെ ഭാവിയാണ്. കാരണം ട്രംപ് ഈസ്റ്റ് ജെറുസലേമിനെ ഇസ്രായേലിന്റെ ക്യാപിറ്റലായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അത്ര സപ്പോർട്ടുണ്ട്. ട്രംപ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ 3 ഘട്ടം കൊണ്ട് ബന്ദിമോചനം നടക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ബന്ധുമോചനം മാത്രമാണ് ഹമാസിന്റെ ഒരു ഗ്രിപ്പ് എന്ന് പറയുന്നത്. എന്തായാലും ട്രംപിന്റെ ചില കാര്യങ്ങളോട് നമുക്ക് അവരുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പൂർണ്ണമായും ഒഴിവാക്കുന്നതിൻ്റെ കുഴപ്പങ്ങളുണ്ട്. പക്ഷേ ആഭ്യന്തരമായി അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ട്രംപ് ഉണ്ടാക്കുന്ന ഒരു സപ്പോർട്ട് അമേരിക്കക്കാരെ സംബന്ധിച്ച് അത് ഒരുപാട് ഗുണമാണ്. അത് വലിയ പിന്തുണ ഉണ്ടാക്കും. പക്ഷേ എത്ര പിന്തുണ ഉണ്ടെങ്കിൽ കാര്യമില്ല. കാരണം ഇനി മത്സരിക്കാൻ പറ്റത്തില്ല പ്രായം. എന്തായാലും ട്രംപ് ഉണ്ടാക്കാൻ പോകുന്ന വിപ്ലവം നമുക്ക് നോക്കിക്കാണാം. വലിയ മാറ്റം, വലിയ കൊടുങ്കാറ്റ് ഇപ്പോൾ തന്നെ ട്രംപ് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. നോക്കാം. താങ്ക് യു. നമസ്കാരം.